അതിനുശേഷം 2009-10 കുട്ടികൾക്കുണ്ടായ തൂക്കവർദ്ധനവിനെ കുറിച്ച് നിങ്ങളൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധേയമാണ്. കാരണം ശരാശരി തൂക്കം 28 കിലോഗ്രാം ആയിരുന്നത് 28.1 കിലോഗ്രാം ആയിരുന്നത് 28.7 കിലോഗ്രാമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സർവേ പക്ഷേ അത് മാത്രം പോരാ. കാരണം ഇന്നത്തെ സ്കൂൾ കുട്ടികളുടെ ഈ തൂക്കവുമായി ബന്ധപ്പെട്ട് വന്നാൽ ഇതുപോലുള്ള സ്കൂളുകളിലെ വലിയൊരു വിഭാഗം കുട്ടികൾക്ക് തൂക്കം കുറയുമ്പോൾ ഒരു വിഭാഗം കുട്ടികളുടെ തൂക്കം അമിതമായി കൂടുന്നുണ്ട്, അമിതവണ്ണം ഉണ്ടാകുന്നു. അതെ, ഇത് ആവറേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിൽക്കാലത്ത് അത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തൂക്കത്തേക്കാൾ നിങ്ങൾ ഇത് രേഖപ്പെടുത്തേണ്ടത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്, ഹൈറ്റും വെയിറ്റും കൂടെ ഉണ്ട് സാർ. ബോഡി മാസ് ഇൻഡെക്സ് UP ക്ലാസ്സുകളുടെ 277 കുട്ടികളുടെ ബോഡി മാസ് ഇൻഡെക്സ് സെപ്റ്റംബറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുടെ വേറെ ഷീറ്റുണ്ട്, നാദം പദ്ധതിയുമായി ബന്ധപ്പെട്ട്, വളരുന്ന നാദാപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കായികക്ഷമതയുടെ അളവ് സെപ്റ്റംബർ മാസത്തിൽ എടുത്തിരുന്നു. ഇപ്പോൾ ഈ ഗ്രീൻ കേരള എക്സ്പ്രസ് വന്നതിന് ശേഷം ഞാൻ തന്നെ നിർദ്ദേശം കൊടുത്ത് ഒരു സ്കൂളിലെ സാമ്പിള് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൂക്കം കൂടുതലുള്ള ഒരു വിഭാഗം ഉണ്ടോ? ഉണ്ട്. അവിടെ ബോഡി സാറ് പറഞ്ഞ ഒരു പ്രശ്നം, RVG സാറ് പറഞ്ഞത് ഈ കായിക ഈ പറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം കുറഞ്ഞു വരുന്നുണ്ട് പല പരിപാടികളിലും ഭാഗമായിട്ട്. അപ്പോൾ ഈ അമിതവണ്ണമൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കായിക ഒരു സംസ്കാരം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റണം. തീർച്ചയായും ഈ ഒരു സംരംഭത്തിന് നമ്മുടെ ജഡ്ജസ് എത്ര മാർക്സ് നൽകുന്നതെന്നറിയാം. കണ്ണൻ സർ? പിന്നെ എൻ്റെ മാർക്ക് 15-ൽ 13, 15-ൽ 12, 10-ൽ 8.5, 10-ൽ 8. ഓക്കെ, അപ്പം 60-ൽ 50 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല മാർക്സ് ആണ്. ഭയങ്കര ഹാപ്പി ആയില്ലേ ഇപ്പം? തീർച്ചയായും വളരെ നല്ല മാർക്സ് ആണ്. നാളത്തെ പൗരന്മാരെ രൂപീകരിക്കുന്നതിനായി ഇവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും ഇവർക്ക് ആവശ്യമാണ്. ഇവർക്ക് SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KVPR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇനിയുള്ള യാത്ര കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്കാണ്. അതിനു മുൻപായി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ രണ്ടാമതായി മത്സരിക്കാൻ എത്തുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്താണ്. പക്ഷെ അതിന് മുൻപായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ജലവിഭവ വകുപ്പ് മുൻ ചീഫ് എഞ്ചിനീയർ ഡോക്ടർ കോമളവല്യമ്മ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ടെക്നോ പാർക്ക് ഫൗണ്ടർ CEO-യും മുൻ പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ശ്രീ G വിജയരാഘവനാണ്. സർ, സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആളോപരി ജല ഉപയോഗം ശരാശരി 120 ലിറ്ററാണ്. എന്നാൽ കേരളത്തിൽ ഇത് 200 ലിറ്ററും. നമുക്ക് സ്വാഗതം ചെയ്യാം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് ഈ ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനായി പഞ്ചായത്തിന്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പ്രസിഡന്റ് ശ്രീ VP മുഹമ്മദ് ഇസ്മായിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ KR തങ്കപ്പൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KN ദാമോദരൻ, മെമ്പർ ശ്രീമതി ഷക്കീല നസീർ, മെമ്പർ ശ്രീമതി ബീന ജോബി എന്നിവരാണ്. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സർ, ഗ്രാമത്തിന്റെ എന്ത് പ്രത്യേകതകളാണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തീപാറുന്ന ഏടുകൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ താമരപത്രം ലഭിച്ച അക്കാമ്മ ചെറിയാന് ജന്മം നൽകിയ പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ തീതുപ്പുന്ന പീരങ്കൾക്ക് മുമ്പിൽ, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ, അതുപോലെ തന്നെ കിരാത ഭരണം നടമാടിയിരുന്ന സർ CP രാമസ്വാമിയർക്കെതിരെ കൊട്ടാര മാർച്ച് അടക്കം 1938 കുതിരപ്പട്ടാളത്തെ നേരിട്ടുകൊണ്ട് മാർച്ചടക്കം സംഘടിപ്പിച്ച ധീരവനിതയ്ക്ക് ജന്മം നൽകിയ പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത്. മറ്റൊന്ന്, നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്, സാംസ്കാരിക മേഖലയ്ക്ക്, അതുപോലെ തന്നെ പുസ്തക പ്രസാധന രംഗത്ത് ഏറ്റവും തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ DC കിഴക്കേമുറിക്ക് ജന്മം നൽകിയത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്താണ്. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ പുരാതനമായ മധുരമീനാക്ഷി ക്ഷേത്രവും, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദേവാലയമായ അക്കരപ്പള്ളി അല്ലെങ്കിൽ പഴയപള്ളിയും, മുസ്ലിം ദേവാലയമായ നെയ്നാർ പള്ളിയും ഒരു അടുപ്പുകല്ല് പോലെ തൊട്ടടുത്തടുത്ത് നിൽക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണിത്. തീർച്ചയായും ഒട്ടേറെ പ്രത്യേകതകളുണ്ട് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്. നമുക്ക് ഗ്രാമത്തിന്റെ വേറിട്ട കാഴ്ചകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അല്ലേ? പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായ്ച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ട പാദോപധാനം കൊണ്ടും എന്ന് കവി പാടിയത് ഒരുപക്ഷെ ഈ കുഞ്ഞു ഗ്രാമപ്രദേശത്തെ കണ്ടിട്ടാവണം. ഹരിതാഭ ചന്തം ചേർത്ത ഒരു കുഞ്ഞു ഗ്രാമപ്രദേശം. ഇതാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഏതാണ്ട് 40,000-ഓളം അടുത്താണ് ജനസംഖ്യ. മാത്രമല്ല, വിസ്തൃതിയുടെ കാര്യത്തിൽ 34.8 സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വിസ്തൃതി. കൃഷി പ്രധാന ഉപജീവന മാർഗവും. കൃഷിയുടെ കാര്യം പറയുമ്പോഴേക്കും റബ്ബർ കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ധീരദേശാഭിമാനികൾക്ക് ജന്മം നൽകിയ നാടെന്ന ഖ്യാതിയും ഈ നാടിന് സ്വന്തം. മാത്രമല്ല, അക്കാമ്മ ചെറിയാന്റെ നാട് കൂടിയാണിത്. 1938 കൊട്ടാരം മാർച്ച്, സർ CPക്കെതിരായ കൊട്ടാരം മാർച്ച് നടത്തിയ ധീരവനിത എന്നുള്ള നിലയിലും അക്കാമ്മ ചെറിയാൻ ഏറെ പ്രശസ്തയാണ്. ഇങ്ങനെ അനവധി കഥകൾ ഇനിയും പറയാനുണ്ട് റബ്ബർ കാടുകളുടെ തണുപ്പ് നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിന്. എന്ത് സുസ്ഥിര വികസന മാതൃകയാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? മനുഷ്യജീവൻ്റെ നിലനിൽപ്പിന് വായു, വെള്ളം, ഭക്ഷണം, ഇതാണ് പ്രധാന ഘടകങ്ങൾ. അതിൽ ശുദ്ധജലം, കുടിവെള്ളം എത്തിക്കുക എന്ന പ്രധാന പരിപാടിക്കാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻതൂക്കം കൊടുത്തത്. നമുക്കപ്പം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന ദൃശ്യങ്ങൾ കാണാം. ഇത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ചിറ്റാർ നദിയാൽ സുന്ദരിയാക്കപ്പെട്ട ഒരു കുട്ടി ഗ്രാമപഞ്ചായത്താണിത്. ഏത് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഭവനവും ജലപദ്ധതിയും ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. ഈ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും കുടിവെള്ള പ്രശ്നം ഇന്നും മുഖ്യധാരയിൽ തന്നെയാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് ഒരുപാട് മുൻകൈ എടുക്കുന്നുണ്ട്. ഏതാണ്ട് 9-ലേറെ ആക്റ്റീവായ കുടിവെള്ള പദ്ധതികളുമുണ്ട്. എന്താണെങ്കിലും ഈ ഗ്രാമത്തിന്റെ കാഴ്ചകൾ കണ്ടുവരാം. ഒരു പഞ്ചായത്തിന്റെ പ്രവർത്തനം അർത്ഥപൂർണവും വ്യാപ്തിയുള്ളതുമാകുന്നത് സാധാരണ ജനജീവിതത്തിലേക്ക് സമഗ്രമായി ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോഴാണ്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. കുടിവെള്ള പ്രശ്നമാണ് ഈ പഞ്ചായത്തിന്റെ മുഖ്യ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ അധികൃതർ ഏതാണ്ട് 9ഓളം കുടിവെള്ള പദ്ധതിയുമായി മുന്നിലേക്ക് വരികയായിരുന്നു. 9ഓളം കുടിവെള്ള പദ്ധതികളിലായി ഏതാണ്ട് 1600ഓളം കുടുംബങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വട്ടകപ്പാറ നാച്ചി കോളനി കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് ഹൗസിലാണ്. ഇവിടെ സംഭവിക്കുക, ഇവിടെ നിന്ന് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുകയും അവിടെ നിന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക്
ഹൗസ് ഹോൾഡ് കണക്ഷൻ വഴി എത്തിച്ചു കൊടുക്കുകയും വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി സംശയം ഉണ്ടാവും ഇതിൻ്റെ വാടക എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന്. ഇതിനു വേണ്ടി, അതായത് ഈ